സാഹചര്യം മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും മാറും. മനസ്സ് മാറുമ്പോൾ അവർ പറഞ്ഞ വാക്കുകളും മാറിത്തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ചിലർക്കൊക്കെ പ്രത്യേക പ്രാധാന്യം നൽകുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയുള്ളവർ നമ്മളെ വെറുമൊരു കളിപ്പാട്ടം പോലെ തട്ടിക്കളയും. തിരക്കിനിടയിലും നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതാണെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കില്ല. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്തു പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തിനും മൂല്യമുണ്ടാവില്ല. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത്. നമ്മൾ വാശി പിടിച്ച് നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണെന്നത് തീർച്ചയായ കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. സ്വയം അംഗീകരിക്കുക. സ്വയം ബഹുമാനിക്കുക. സ്വയം സ്നേഹിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ മറ്റാരുമില്ല. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിൽ ആയിരിക്കാമെന്നത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക.